സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ചലഞ്ചിൻ്റെ ലാസ്റ്റ് ഡേ 7th ഡേ ആണ്. ഞാനിന്ന് മഞ്ചിഷ്ട സോപ്പ് വെച്ചാണ് ഫേസ് വാഷ് ചെയ്യുന്നത്. നല്ലതാണ്. ഫേസിലോട്ട് ഡയറക്റ്റ് സോപ്പ് അപ്ലൈ ചെയ്യുന്നതിൽ നല്ല കയ്യിലിങ്ങനെ നന്നായിട്ട് എടുത്ത് പതപ്പിച്ചിട്ട്, അധികം പത വരില്ല. അത് നമ്മൾ അധികം പത വരുന്നത് അത്ര നല്ല കെമിക്കൽ ഉള്ളത് കൊണ്ടാണ്. നമ്മൾ കെമിക്കൽ ഫ്രീ ആണ്. സോ ഇതിങ്ങനെ തേച്ച് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് തേക്കണം എന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് ഫേസ് വാഷിൻ്റെ ഏജൻറ്റാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ച് ഫേസ് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് സ്പ്ലാഷ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യുക. ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചാലും പിന്നെ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്യും. അതുപോലെ തന്നെ 2-3 മിനിറ്റ് സ്റ്റീം എടുക്കുന്നത് നല്ലതാണ്. നമ്മൾ ഡെയിലി സ്റ്റീം ഇപ്പോൾ 7 ഡേയ്സ് എടുക്കുന്നതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തേക്ക് മാത്രം സ്റ്റീം എടുത്താൽ മതിയോ. നമ്മുടെ ഫേസ് ക്ലിയർ ആയിട്ടുണ്ടാകും. എന്തെങ്കിലും പോസ് ഓപ്പൺ ആയിട്ട് അധികമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഐസ് റബ്ബ് കൊടുക്കുന്നത്. ഐസ് റബ്ബ് കൊടുത്തിട്ട് പാക്കിടുമ്പോൾ പിമ്പിൾസ് വരാതെയും നമ്മളുടെ പോസിലോട്ട് ഈ നമ്മളിടുന്ന പാക്ക് ഇറങ്ങിപ്പോയി ക്ലോഗ് ആകാതെയും സഹായിക്കുന്നതാണ്. നമ്മുടെ ചുണ്ടിൻ്റെ അവിടെയൊക്കെ ഐസ് റബ്ബ് കൊടുക്കുകയാണെങ്കിൽ അവിടെ വരുന്ന റിങ്കിൾസിനെയൊക്കെ തടയാൻ സഹായിക്കുന്നതാണ്. ഇന്ന് ഞാൻ ഇടുന്നത് ആൻറ്റി ഏജിങ് സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കാണ്. ഞാൻ ഇന്ന് അതിലേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടാണ് ഫേസിലേക്ക് ഇട്ടിരിക്കുന്നത്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം കസ്തൂരി മഞ്ഞൾ ഇടുന്നതിന് കുഴപ്പമില്ല. ഇന്ന് ഞാൻ കുടിച്ച ജ്യൂസ് കോക്കനട്ട് വാട്ടറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം കുടിക്കാൻ അതാണ്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ആൻറ്റി ഏജിങ് ഓയിൽ മസാജാണ്. കയ്യിൽ കുറച്ചെടുക്കുക. 1 സ്പൂൺ 1.5 സ്പൂൺ ഓയിൽ വേണം കേട്ടോ. ഫേസിലേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ഫൈൻ ലൈൻസ് വരുന്നതിൻ്റെ അപ്പിയറൻസ് ഉള്ളത് തുടങ്ങിയിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് മസാജ് ചെയ്യുക. പിന്നെ ഫേസിൻ്റെ സൈഡിൽ നന്നായിട്ട് അപ്വേർഡ് ഡയറക്ഷനിൽ സർക്കുലേറ്റ് മോഡിൽ അപ്ലൈ ചെയ്യുക. വളരെ ക്ഷമയോടെ അപ്ലൈ ചെയ്യണം. ഇങ്ങനെ ചെയ്താലും ഓക്കെയാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒരു മെഷർമെൻറ്റ് വെച്ചാൽ നല്ലതാണ്. 7 ടൈം റൈറ്റ് സൈഡിൽ, 7 ടൈംസ് ലെഫ്റ്റ് സൈഡിൽ, അങ്ങനെ ഇതുപോലെ ചെയ്യുന്നത് നമ്മുടെ ജോ ലൈൻസ് ക്ലിയർ ആയി വരാനും നമ്മുടെ താടിയുടെ അടിയിൽ ഡബിൾ ചിന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ അതൊക്കെ മാറാനുമാണ്. ഇങ്ങനെ ചുണ്ടിൻ്റെ സൈഡിൽ മസാജ് ചെയ്താൽ സ്മൈൽ ലൈൻസ് വീഴുന്നത് തടയാനായിട്ട് സഹായിക്കും. താടിയുടെ അടിയിൽ ഇതുപോലെ മസാജ് ചെയ്യുന്നത് നമ്മുടെ താടിയുടെ അടിയിൽ നമുക്ക് എന്തെങ്കിലും കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡബിൾ ചിന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റാൻ സഹായിക്കും. ഇതുപോലെ ഹാഫ് സർക്കിളായിട്ട് ഫേസിനെ മസാജ് ചെയ്യുന്നത് നമ്മളെ റിലാക്സ് ചെയ്യിക്കാനും നമ്മുടെ ഫേസിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും സഹായിക്കും. ചുണ്ടിന് ചുറ്റും മസാജ് ചെയ്യുന്നത് ചുണ്ടിൽ വരുന്ന ഫൈൻ ലൈൻസ് മാറ്റാൻ സഹായിക്കുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കും.